2025 രഞ്ജി ട്രോഫിയിലെ രാജാക്കന്മാരായി മാറിയിരിക്കുകയാണ് വിദർഭ. കേരളത്തിനെതിരെയുള്ള ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതിന് പിന്നാലെയാണ് വിദർഭ ചാമ്പ്യന്മാരായത്. മത്സരത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ ലീഡിന്റെ മുൻതൂക്കത്തിലാണ് വിദർഭ മത്സരം സ്വന്തമാക്കിയത്. തങ്ങളുടെ ചരിത്രത്തിലെ മൂന്നാം രഞ്ജി ട്രോഫി കിരീടമാണ് വിദർഭ നേടിയെടുത്തത്. വിദർഭയുടെ കിരീട നേട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു താരമുണ്ട്. അത് ഒരു മലയാളി കൂടിയാണ്. പേര് കരുൺ നായർ. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിൽ 16 ഇന്നിംഗ്സുകളിൽ നിന്നും 53.9 എന്ന മികച്ച ആവറേജിൽ 863 റൺസാണ് കരുൺ അടിച്ചെടുത്തത്. ഫൈനൽ മത്സരത്തിലും കരുൺ കേരളത്തിനെതിരെ മിന്നും പ്രകടനം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും നേടിയാണ് കരുൺ നായർ തിളങ്ങിയത്. ഈ വർഷം രഞ്ജി ട്രോഫിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കരുൺ എന്ന പ്രതിഭയുടെ പോരാട്ട വീര്യങ്ങൾ. വിജയ് ഹസാരെ ട്രോഫിയിലും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും തകർപ്പൻ പ്രകടനമാണ് കരുൺ നടത്തിയത്. വിജയ് ഹസാരെ ട്രോഫിയിൽ 8 ഇന്നിംഗ്സിൽ നിന്നും 779 റൺസാണ് താരം അടിച്ചെടുത്തത്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 255 റൺസും കരുൺ നേടി. 9 സെഞ്ചുറികളാണ് താരം 2024-25 ആഭ്യന്തര സീസണിൽ നേടിയത്. ഇതോടെ ഒരു ഐതിഹാസിക നേട്ടവും കരുൺ നായർ സ്വന്തമാക്കി. ആഭ്യന്തര ക്രിക്കറ്റിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരങ്ങളുടെ പട്ടികയിലേക്കാണ് കരുൺ നായർ മുന്നേറിയത്. 8 സെഞ്ചുറികൾ നേടിയ സച്ചിൻ ടെണ്ടുൽക്കർ, ആകാശ് ചോപ്ര, മയാങ്ക് അഗർവാൾ എന്നിവരെ മറികടന്നാണ് കരുൺ ഈ നേട്ടം സ്വന്തമാക്കിയത്. സച്ചിൻ 1997-98 സീസണുകളിലും ആകാശ് ചോപ്ര 2007-2008 കാലയളവിലുമാണ് 8 സെഞ്ചുറികൾ നേടിയത്. 2017-18 സീസണുകളിലാണ് അഗർവാൾ 8 സെഞ്ചുറികൾ സ്വന്തമാക്കിയത്. ഇതോടെ 9 സെഞ്ചുറികൾ ഒരു സീസണിൽ നേടിയ മുൻ ഇന്ത്യൻ താരം VVS ലക്ഷ്മണന്റെ റെക്കോർഡിനൊപ്പമെത്താനും കരുണിന് സാധിച്ചു. 1999-2000 സീസണിൽ ആയിരുന്നു ലക്ഷ്മൺ 9 സെഞ്ചുറികൾ നേടിയത്. 1994-95 സീസണിൽ 10 സെഞ്ചുറികൾ നേടിയ സച്ചിനാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ഇതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്താളുകളിൽ കരുൺ നായർ സ്ഥാനം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 2016 ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയാണ് കരുൺ നായർ ശ്രദ്ധ നേടിയത്. മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദർ സെവാഗിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം കൂടിയാണ് കരുൺ. എന്നാൽ പിന്നീട് കരുണിന് ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര സ്ഥാനങ്ങൾ ലഭിക്കാതെ പോവുകയായിരുന്നു. ഇപ്പോഴിതാ തൻ്റെ പ്രതിഭയ്ക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കരുൺ നായർ. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഈ ആഭ്യന്തര സീസണിലെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങളിലൂടെ വീണ്ടും താരം നേടിയെടുക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം.